കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളാണെന്നാണ് വെപ്പ്. അവർ ദൈവവിശ്വാസത്തിനെതിരാണ്. പക്ഷേ പല കമ്മ്യൂണിസ്റ്റുകാരും കാര്യം നേടാൻ വേണ്ടി ഭാര്യമാരുടെ പേരിലൊക്കെ വഴിപാടുകൾ നടത്താറുണ്ട്. നേരത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ കാടാമ്പുഴയിൽ മുട്ടിറക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ മകളാണ് ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. പിണറായി വിജയൻ അതിശക്തനായ ക്ഷേത്രവിരോധിയാണ്, ഹൈന്ദവ വിരോധിയാണ്, വിശ്വാസത്തിനെതിരുള്ള ആളാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറയുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ. ഇപ്പൊ പിണറായി വിജയന്റെ മകൾ, പിണറായി വിജയൻ നമുക്കറിയാം, പിണറായി വിജയൻ വലിയൊരു കുരുക്കിപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസുകളൊക്കെ ഉയർന്നു വരുന്നു. വീണ വിജയനെ SFIO പ്രതി ചേർത്തിരിക്കുന്നു. വലിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ആ കേസിൽ കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷണം അതിശക്തമാക്കുകയാണ്. നേരത്തെ ഈ കേസൊക്കെ കോംപ്രമൈസ് ചെയ്യാനാണെന്ന് ആരോപിക്കപ്പെട്ട് അവർ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ട് ചർച്ച നടത്തിയതൊക്കെ വളരെ വിവാദമായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് പിണറായി വിജയന്റെ ഭാര്യയും മകളും കൂടി ക്ഷേത്രത്തിൽ പോയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ബൈജു സ്വാമി എഴുതിയ ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയുടെ മകൾ ആയ വീണ വിജയനും ഭാര്യയും കൂടി മധുരയിൽ നിന്ന് 185 കിലോമീറ്റർ ദൂരെയുള്ള തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, കുറി തൊട്ടു എന്നൊക്കെ ചിലർ ആക്ഷേപിക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത്, ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസ്, സഹ അസ്ട്രോനോട്ട് എല്ലാം പറഞ്ഞത് ടെക്നിക്കൽ സ്നാഗ് ഒഴിവാക്കാൻ അവർ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ്. കലാഭവൻ ആബേലച്ചൻ എഴുതിയതുപോലെ, തിരകൾ ഉയരുമ്പോൾ, തീരം മുങ്ങുമ്പോൾ, തോണി തുഴഞ്ഞു തളരുമ്പോൾ മറ്റാരുമാകിൽ ആശ്രയം, നിൻ വാതിൽ മുട്ടുന്നു മെല്ലെ തുറക്കില്ലേ, വാതിൽ മുട്ടുന്നു മെല്ലെ തുറക്കില്ലേ. തഞ്ചാവൂർ പെരിയ കോവിലിൽ ഇരിക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ? മഹാനായ രാജരാജ ചോളൻ പോലും നിത്യവും സർവാപരാധം പറഞ്ഞു തൊഴുതു വണങ്ങിയിരുന്ന പരമശിവൻ. അങ്ങേര് കൂടെയുണ്ടെങ്കിൽ മോഠാബായി ഒക്കെ വെറും ചീമുട്ട മാത്രം.